നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 38. പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് പോകുവാൻ ആദിയും അല്ലയും റെഡിയായി നിൽക്കുകയാണ്. ആദിയുടെ ഫോണിലേക്ക് മഹേഷിന്റെ കോൾ വന്നത്. യെസ് മഹേഷ്, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ആദി മഹേഷിനോട് ചോദിച്ചു. വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷ അവന്റെ സ്വരത്തിലുണ്ടായിരുന്നു. അല്ലി അവനെ അലിവോടെ നോക്കിയിരുന്നുപോയി. അവൻ അവന്റെ അനിയനെ വേഗം കണ്ടെത്താൻ കഴിയണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ആദിയുടെ മാറി വരുന്ന ഭാവങ്ങൾ കാണാൻ അല്ലിയുടെ പ്രതീക്ഷ നിറഞ്ഞു. ആദ്യ ഫോൺ കട്ട് ചെയ്തതും അല്ലി അവന്റെ അടുത്തേക്ക് ചെന്നു. മഹേശ്വരൻ എന്തു പറഞ്ഞു ആദ്യേട്ടാ, കണ്ടുപിടിച്ചോ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. കണ്ടുപിടിച്ചു കൃതി. അന്ന് ആക്സിഡന്റായി അവരെ അഡ്മിറ്റ് ചെയ്തത് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അത് സെൻട്രൽ സ്റ്റേഷന്റെ പരിധിക്കുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യം അവിടെ തന്നെ അന്വേഷിച്ചു. മഹേഷിന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇന്നലെ നൈറ്റ് മുഴുവൻ നോക്കിയിട്ടാണ് ഡീറ്റെയിൽസ് കിട്ടിയത്. എന്റെ ഫോണിലേക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് അയക്കും, ആദ്യം പറഞ്ഞു. അവൻ സോഫയിലേക്ക് ഇരുന്നു. ഇനി എന്തിനാ ടെൻഷൻ, ഇന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അല്ലി പറഞ്ഞുകൊണ്ട് ആദ്യയുടെ അടുത്തായിരുന്നു. അറിയാ കൃതി, പക്ഷേ ഇത്ര കൊല്ലങ്ങളായില്ലേ, കുഞ്ഞിനിപ്പോ വലുതായിട്ടുണ്ടാവും, കോളേജിൽ പഠിക്കുന്ന പ്രായമാവും. ഈ പ്രായം വരെ ഓർഫനേജുകളിലെ കുട്ടികളെ താമസിപ്പിക്കാറില്ല കൃതി. നമ്മൾ ചിലപ്പോ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും, ആദ്യ പറഞ്ഞു. അപ്പോഴാണ് അല്ലിക്ക് ആദ്യയുടെ ടെൻഷന്റെ കാരണം മനസ്സിലായത്. അതോടെ അവളെ വിഷമത്തിലായി. പക്ഷെ കൃതി, അവിടെ ചെന്ന് പേരൊക്കെ അറിഞ്ഞ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷെ അവനെ കണ്ടുപിടിച്ചാലും നമ്മൾ പറയുന്നതൊക്കെ അവൻ വിശ്വസിക്കുവോ? ഈ കാലമൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞ അവനോട് ഞാൻ നിന്റെ ഏട്ടനാണെന്ന് പറഞ്ഞ അവൻ സമ്മതിച്ചു തരുമോ? ആദ്യ വിഷമത്തോടെ ചോദിച്ചു. അല്ലിക്കും പെട്ടെന്ന് സങ്കടം വന്നു. പക്ഷേ ആദ്യം ഇനിയും വിഷമിക്കാനുള്ള ഒരുക്കമായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല ആദ്യേട്ടാ, നോക്കിക്കോ, ഒരേട്ടനുണ്ടെന്ന് അറിയുമ്പോ നമ്മുടെ കുഞ്ഞിന് ഏറ്റവും സന്തോഷിക്കും, എനിക്ക് ഉറപ്പാണ്, അല്ലി പറഞ്ഞു. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ അവനങ്ങനെ ഒരു ബന്ധം വേണ്ടെങ്കിൽ ഞാൻ അവനെ ശല്യം ചെയ്യില്ല കൃതി. പക്ഷെ നിഴല് പോലെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും, അവനെ സംരക്ഷിച്ചുകൊണ്ട്. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ഓർക്കുന്നത്? അതൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കുഞ്ഞിന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോഴേക്കും ആദ്യത്തെ മൊബൈലിൽ ഒരു മെസ്സേജ് ടോൺ കേട്ടു. അവൻ വേഗം ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കി. ലിറ്റിൽ സെയിൻസ് ഓർഫനേജ് എടവന. ആദ്യ ആ പേര് ഉറക്കെ വായിച്ചു. അല്ലിയുടെ കണ്ണുകൾ വിടർന്നു. ഇത്ര അടുത്തോ? അവൾ ചോദിച്ചു. നമ്മുടെ അടുത്ത് തന്നെ എന്റെ കുഞ്ഞിനുണ്ടായിരുന്ന കൃതി. അത് സന്തോഷം കൊണ്ട് അല്ലി കെട്ടിപ്പിടിച്ചു. ചിലപ്പോ അവന് ഞാനും പരസ്പരം കണ്ടിട്ടുണ്ടാവും. അവനെന്റെ തൊട്ട് മുന്നിലുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ കൃതി. ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷമിക്കല്ലേ ആദ്യേട്ടാ, നമുക്ക് വേഗം പോവാം, അല്ലി പറഞ്ഞു. രണ്ടുപേരും ഒട്ടും സമയം കളയാതെ അങ്ങോട്ട് പുറപ്പെട്ടു. ആദ്യയുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാറ് പാർക്ക് ചെയ്ത് അകത്തേക്ക് നടന്നതും ഒരാൾ അവരെ കണ്ട് പുറത്തേക്ക് വന്നിരുന്നു. ആരാ? അയാൾ ചോദിച്ചു. ഞാൻ ആദിദേവ്, ഇവിടുത്തെ ACP ആണ്. ഇതെന്റെ ഭാര്യ അലങ്കൃത, ആദ്യ പരിചയപ്പെടുത്തി. സാർ എന്താ ഇവിടെ, അഡോപ്ഷന് വേണ്ടിയാണോ? അയാൾ ചോദിച്ചു. ആദ്യ അല്ലിയും പരസ്പരം ഒന്ന് നോക്കി. അല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ മാനേജറെ ഒന്ന് കാണണമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ പാരന്റ്സ് മരിച്ച ഒരു വയസ്സുള്ള കുട്ടിയെ അന്നത്തെ പോലീസ് ഇവിടെയാണ് ഏൽപ്പിച്ചത്. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്, ആദ്യ പറഞ്ഞു. നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കുക, ഞാൻ സാറിനെ വിളിക്കാം. അയാൾ അവർക്ക് ഹാള് തുറന്നു കൊടുത്തിട്ട് മാനേജറെ വിളിക്കാനായി പോയി. അല്ലിയും ആദ്യം അകത്തേക്ക് കയറിയിരുന്നു. ഒരു ഫാദറാണ് അവിടുത്തെ മാനേജർ എന്ന് മഹേഷ് ആദ്യയോട് പറഞ്ഞിരുന്നു. റൂമിൽ നിറയെ അവിടുത്തെ കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവരതൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് സൈഡിലുള്ള ഡോർ തുറന്ന് ഒരാളകത്തേക്ക് വന്നത്. ലോഹയൊക്കെ ഇട്ട് വരുന്ന ആളെ കണ്ടതും അല്ലിയും ആദ്യം എഴുന്നേറ്റു. ഇരിക്കും രണ്ടാളും, ഫാദർ അവരോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് ഇരുന്നു. ജയൻ പറഞ്ഞു, ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടാണ് നിങ്ങൾ വന്നതെന്ന് ഫാദർ അവരോട് ചോദിച്ചു. അതെ ഫാദർ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് ആരും ഏറ്റെടുക്കാനില്ലായിരുന്ന ഒരു ആൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ ആ കുട്ടിയുടെ ആരായിട്ട് വരും? ഫാദർ ചോദിച്ചു. ഞാൻ അവന്റെ ഏട്ടനാണ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു അച്ഛനും അമ്മയും അനിയനും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് ഫാദർ. എന്നെ വളർത്തിയത് മറ്റൊരു ഫാമിലിയാണ്. ആദ്യം അദ്ദേഹത്തോട് തന്നെ സംബന്ധിച്ച വിവരങ്ങൾ പറഞ്ഞു.
എനിക്ക് അവനെ ഒന്ന് കാണണം ഫാദർ. അവൻ സമ്മതിച്ച ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് ഒരു കുടുംബമായി ജീവിക്കണം. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഫാദർ അലിവോടെ അവനെ ഉറ്റുനോക്കി. ഉറപ്പായി നിങ്ങൾക്ക് അനിയനെ കണ്ടെത്താൻ പറ്റുമോ ആതിഥേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സത്യം നിങ്ങളുടെ കൺമുന്നിൽ തെളിവാകില്ലായിരുന്നു. നിങ്ങൾ കണ്ണുമുട്ടണ എന്നാവും ദൈവനിയോഗം. ഫാദർ ഒരു ബെല്ലടിച്ചപ്പോ ജയൻ അവിടേക്ക് വന്നു. നീ പോയി ഫയൽ റൂമിൽ നിന്ന് പോലീസ് ഏൽപ്പിച്ച കുട്ടികളുടെ ലിസ്റ്റ് എടുത്തിട്ട് വരൂ, ഫാദർ പറഞ്ഞു. അയാൾ പോയതും ഫാദർ ആദ്യം നോക്കി. ഞാനിവിടെ വന്നിട്ട് 30 കൊല്ലമായി. അതിനിടയിൽ പോലീസ് ഇവിടെ ഏൽപ്പിച്ച കുട്ടികൾ വളരെ കുറവാണ്. കൂടി വന്ന 10ഓ 20ഓ കുട്ടികൾ. അവരിൽ പലരും 18 വയസ്സായപ്പോ ഇവിടെ നിന്ന് പോയി. നിങ്ങൾ പറഞ്ഞ സമയം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ അനിയനും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ ഡീറ്റെയിൽസ് ഉണ്ടാവാൻ ആളുടെ, ഫാദർ പറഞ്ഞു. അപ്പോഴേക്കും ജയൻ കുറച്ച് ഫയൽസ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ആദ്യം അല്ലിയും വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ ആ ഫയലുകളിലേക്ക് നോക്കി. ഫാദർ ആ ഫയൽസ് കയ്യിൽ വാങ്ങി പരിശോധിച്ചുകൊണ്ടിരുന്നു. എല്ലാം നോക്കിയ ശേഷം ഒരു ഫയല് മാത്രം വിശദമായി നോക്കിയിട്ട് അദ്ദേഹം ആദ്യം നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ഗോപനെന്നും യമുനെന്നും ആയിരുന്നു ആദിയുടെ പാരന്റ്സിന്റെ പേരുകള്, ഫാദർ ചോദിച്ചു. ആ പേരുകള് ആദിലൊരു വിറയലാണ് ഉണ്ടാക്കിയത്. അവൻ അദ്ദേഹത്തെ നോക്കി തലയാട്ടി. അപ്പോ കുഞ്ഞിനൂടെ ഉണ്ടായിരുന്നു അല്ലേ ഫാദർ? ആദി ചോദിച്ചു. ആദിയുടെ അനിയനൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നും പോയിട്ടിപ്പോ 1 വർഷത്തോളം ആവുന്നു. പക്ഷെ കുഞ്ഞെന്നല്ല അവന്റെ പേര്, നന്ദവ്, ഫാദർ പറഞ്ഞുകൊണ്ട് ആദിയുടെ നേർക്ക് ഫയല് നീട്ടി. നന്ദവ്. ആദി പയ്യെ പേരുരുവിട്ടു. ഇതിൽ അവന്റെ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് എടുത്തത്, ഫാദർ പറഞ്ഞു. ആദി വിറയലോടെ ആ ഫയല് കയ്യിൽ വാങ്ങി. പക്ഷേ അവനത് തുറന്നുപോയി നോക്കാതെ അലിയുടെ നേർക്ക് നീട്ടി. അവളത് വാങ്ങാൻ മടിച്ചു. കൃതി പ്ലീസ്, അവൻ ദയനീയമായി പറഞ്ഞു. ഇല്ല ആദ്യേട്ടാ, കുഞ്ഞിനെ ആദ്യം കാണേണ്ടത് ആദ്യേട്ടൻ തന്നെയാണ്, അവൾ പറഞ്ഞു. ആദ്യ ഫയല് പയ്യെ തുറന്നു. അതിലൊട്ടിച്ചു വെച്ച ഫോട്ടോ കണ്ടതും ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണിനെ തുടച്ചുകൊണ്ട് അവനത് കൊതിയോടെ വീണ്ടും വീണ്ടും നോക്കി. നന്ദു, ആദ്യ അല്ലിയെ നോക്കി പറഞ്ഞു. നന്ദുവോ? അലിയ ഫയല് കൈനീട്ടി വാങ്ങി. അതിലെ ഫോട്ടോ കണ്ടതും അലിയുടെ കണ്ണുകൾ വിടർന്നു. ആദ്യേട്ടാ, ഇത് നമ്മുടെ നന്ദു അല്ലേ? നമ്മുടെ നന്ദു ആണോ നന്ദവ്? അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ആദ്യം അവിടെ നോക്കി തലയാട്ടി. നിങ്ങൾക്കറിയോ നന്ദുവിനെ? ഫാദർ ആശ്ചര്യത്തോടെ ചോദിച്ചു. അറിയാം ഫാദർ. അല്ലി നന്ദുവിനെ കണ്ടുമുട്ടിയതും അവനിപ്പോ എവിടെയാണുള്ളതെന്നും ഫാദറിനോട് പറഞ്ഞു. ഫാദർ അത്ഭുതത്തോടെ ആദ്യം നോക്കി. ഞാൻ പറഞ്ഞില്ലേ ആദിദേവ്, നിങ്ങൾ അവനെ കണ്ടുമുട്ടിയത് ഒരു നിയോഗമാണ്. പരസ്പരം അറിയാതെയാണെങ്കിലും നിങ്ങൾ അവന് സഹായമായില്ലേ? ഇനിയിപ്പോ ധൈര്യമായിട്ട് ചെന്ന് പറയേ താൻ അവന്റെ ആരാണെന്ന്. അവനൊന്ന് സന്തോഷിക്കട്ടെടോ. ചെറുപ്പം മുതൽ അനാഥനെന്ന് കേട്ടവൻ അറിയട്ടെ അവനെ സ്നേഹിക്കാൻ അവന് സഹോദരനുണ്ടെന്ന്, ഫാദർ പറഞ്ഞു. ആദ്യം കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫാദറിനെ നോക്കി. അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവര് പോകാനായി എഴുന്നേറ്റു. എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ കാണണം ഫാദർ. ചേർത്ത് നിർത്തി പറയണം ഞാൻ അവന്റെ ഏട്ടനാണെന്ന്, ആദ്യം സന്തോഷത്തോടെ പറഞ്ഞു. വേഗം ആയിക്കോട്ടെ. ഗോഡ് ബ്ലെസ് യു ഡിയർ. ഫാദർ അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ആദ്യ കാറ് റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് സ്റ്റിയറിംഗിലേക്ക് തല ചായച്ചു. ആദ്യേട്ടാ, അല്ലി അവനെ വിളിച്ചതും അവൻ അല്ലിയെ ഇറുക്കിനെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയില്ല ഗതി, സന്തോഷമാണോ പേടിയാണോ എന്ന്. അവനെന്നെ മനസ്സിലാക്കില്ലേ? അത് ചോദിച്ചു. അല്ലി അവന്റെ മുടിയിലൂടെ പയ്യെ തഴുകി. നമ്മുടെ നന്ദുവല്ലേ, അവന് മനസ്സിലായില്ലെങ്കിൽ എന്റെ ആദ്യേട്ടന് ആർക്ക് മനസ്സിലാവും? എന്റെ ആദ്യേട്ടനെ പോലെ തന്നെയാണ് അവന്, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുഞ്ഞിച്ചക്കൻ, അല്ലി പറഞ്ഞു. വൈകുന്നേരത്തോടെ അവർ സ്നേഹാലയത്തിലെത്തി. അല്ലി അകത്തേക്ക് നടന്നെങ്കിലും ആദ്യം അവളുടെ കൂടെ കയറിയില്ല. ഞാൻ കായൽ തീരത്തുണ്ടാവും ഗതി, നീ നന്ദുവിനെ അങ്ങോട്ട് അയക്ക്, ആദ്യം പറഞ്ഞുകൊണ്ട് കായൽ തീരത്തേക്ക് നടന്നു. അല്ലി ആദ്യം ഒന്ന് നോക്കിയിട്ട് തലയാട്ടി. എന്നിട്ട് അകത്തേക്ക് നടന്നു. കാറിന്റെ ശബ്ദം കേട്ട് അച്ഛമ്മയും നന്ദുവും പുറത്തേക്ക് വന്നിരുന്നു. അല്ലിയുടെ കണ്ണുകൾ നന്ദുവിലായിരുന്നു. അവൾ അവനെ സ്നേഹത്തോടെ നോക്കി നിന്നു. ആദ്യേട്ടന്റെ കുഞ്ഞനിയൻ, തന്റെയും, അവള് മനസ്സിലോർത്തു.
അല്ലിയെ കണ്ടതും അച്ഛമ്മ ചുറ്റും നോക്കി. കണ്ണ വന്നില്ലേ? അച്ഛമ്മ ചോദിച്ചു. ഒരു കോള് വന്നിട്ട് തീരത്തേക്ക് നടന്നു അച്ഛമ്മേ. നന്ദു ചെന്ന് ഏട്ടനെ കൂട്ടിയിട്ട് വാ, അല്ലി പറഞ്ഞു. ഞാൻ ഇപ്പൊ പോവാ ഏടത്തി. നന്ദു വേഗം പുറത്തേക്ക് ഇറങ്ങി. ഏടത്തിന്ന് നീ വിളിച്ചത് ഒരു നിമിത്തമായിരുന്നു അല്ലേ? അലി നന്ദുവിനെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു. മോളെ, അച്ഛമ്മ വിളിച്ചപ്പോ അലി ഞെട്ടിപ്പോയി. എന്താ ആലോചിക്കുന്നേ? അച്ഛമ്മ ചോദിച്ചു. വാ അച്ഛമ്മേ, അകത്ത് പോയിട്ട് എല്ലാം പറയാം. അവൾ അച്ഛമ്മയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു. നന്ദു തീരത്തേക്ക് എത്തിയപ്പോ പുഴയിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്ന ആദിയാണ് അവൻ കണ്ടത്. ഏട്ടാ, നന്ദു വിളിച്ചു. ആദിയുടെ ഹൃദയം ഒന്ന് കുളിർന്നു ആ വിളിയില്. ആദി അവനെ തിരിഞ്ഞു നോക്കി. നന്ദുവിനെ കണ്ടതും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് ആകെയുള്ള രക്തബന്ധം അവൻ ഓർത്തു. എന്താ ഏട്ടാ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. ആദി ഇല്ലെന്ന് തലയാട്ടിയിട്ട് വേഗം പുഴയിലേക്ക് നോക്കി കണ്ണുകൾ ഒപ്പി. ഏട്ടാ, നന്ദു പിന്നെ വിളിച്ചു. ഞാനൊരു കഥ പറയട്ടെ നന്ദു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെയും അമ്മയുടെയും കഥ. ആദ്യം നന്ദുവിനെ നോക്കാതെ പുഴയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ചോദിച്ചു. ഏട്ടന്റെ അച്ഛനും അമ്മയാണോ? ആദ്യം അതേന്ന് തലയാട്ടി.